ഇവിടെ നിന്നൊരു മൊണ്ണ പോയേക്കുവാ കാണാൻ. അയ്യോ നാണം ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട്. നാണം ഉണ്ടോ ഇയാൾക്ക്? ഡാടാ തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. അല്ലാതെ ഇവനോടൊക്കെ എന്തിന് പട്ടാളം ഇങ്ങനെ ചുറ്റും നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. എനിക്ക് കാശ് കൊടുക്കാനാണ് ഇഷ്ടം പോലെ സിനിമാന്മാർ കൊടുത്തിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ളവന്റെ ഒന്നും കാശ് മേടിക്കരുത്. അങ്ങനെയാണത്, മനസ്സിലായോ? നീയാണല്ലോ കോടതി ഓടാമയില്. അല്ല, എനിക്കറിയാത്തോണ്ട് ചോദിക്കോ. ഈ ഇങ്ങനെയൊക്കെ വരുന്നവനൊക്കെ എന്തറിഞ്ഞോണ്ടേ വരുന്നേ? എന്തോ കാണാൻ വന്നതാ? ഇതന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് വിചാരിച്ചോ ഇങ്ങനത്തവനൊക്കെ? എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. വേഷം കിട്ടി ഇറങ്ങിയേക്കോ, പട്ടാളക്കാരുടെ വേഷം ഇട്ട് പട്ടാളക്കാരുടെ സമയം കളഞ്ഞ ഇതെന്തൊരു തെണ്ടിത്തരവാന്ന് ആലോചിച്ചോ നിങ്ങൾ ആരെങ്കിലും? കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല, ഓർക്കണം. രാവൻകുട്ടി, നീ ഇത്ര ചെറ്റയായി പോയല്ലോ. ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനത്തെ നാണം കെട്ട് എവിടെയും ചെന്ന് ഒരു നാണം ഉളുപ്പും ഇല്ലാതെ ഇറങ്ങി നിൽക്കാൻ മടിയില്ലാത്ത, തലച്ചോറിനകത്ത് തീട്ട വേണ്ടുള്ള ഈ കഴിഞ്ഞ 3 ദിവസം പോകായിരുന്നത് ഇയാളുടെ തയ്പ്പിച്ച് കിട്ടിയില്ല കേട്ടോ തുണി. അതുകൊണ്ടാ ആ പട്ടാള വേഷം ഇയാളുടെ സൈസിനൊത്തില്ല, മനസ്സിലായോ? ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കണ്ട, ഞാൻ ഏറ്റു. ഈ മുതലിനെ ഞങ്ങളെ എന്നെ കൊണ്ടുപോവല്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? മോഹൻലാൽ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ചെയ്യുന്നതാ. അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം പട്ടാളത്തിന് എന്താണ്? എന്റെ ഗതിയോ ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം. എന്റെ പുണ്യാളോ കാത്തോളനെ. ദുരന്തബാധിത പ്രദേശം ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചെന്ന്. എന്തിന് സന്ദർശിച്ചു? ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? നിന്റെ തൊള്ളോർന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയ നിന്റെ വായിൽ ഞാൻ ടാറൂരിക്ക് ഒഴിക്കും. മനസ്സിലായോ? എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും